വാരപ്പെട്ടി പഞ്ചായത്തിൽ പുതിയ സാമ്പത്തിക വർഷത്തെ ബജറ്റായി. കൃഷി, ആരോഗ്യം, മാലിന്യ സംസ്കരണം എന്നിവയ്ക്ക് പ്രാധാന്യം നൽകുന്ന ബജറ്റാണ് വൈസ് പ്രസിഡന്റ് ബിന്ദു ശശി അവതരിപ്പിച്ചത്. കാർഷിക മേഖലയ്ക്ക് മാത്രമായി 2 കോടി രൂപയാണ് വകയിരുത്തിയിട്ടുള്ളത്. ആശാവർക്കർമാർക്ക് ആശ്വാസമായി വാരപ്പെട്ടി പഞ്ചായത്തിൽ പുതിയ സാമ്പത്തിക വർഷത്തെ ബജറ്റായി. ആശാവർക്കർമാർക്ക് പ്രതിമാസ ഇൻസെന്റീവ് ടാബ് മൊബൈൽ പദ്ധതിക്കായി 5 ലക്ഷം രൂപയാണ് ബജറ്റിൽ വകയിരുത്തിയിട്ടുള്ളത്. ഇതോടൊപ്പം കൃഷി, ആരോഗ്യം, മാലിന്യ സംസ്കരണം എന്നിവയ്ക്ക് പ്രാധാന്യം നൽകുന്ന ബജറ്റ് വൈസ് പ്രസിഡന്റ് ബിന്ദു ശശി അവതരിപ്പിച്ചു. എറണാകുളം ജില്ലയിൽ തന്നെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കാർഷിക മേഖലയെ ആശ്രയിക്കുന്ന പരിമിതമായ വ്യവസായങ്ങൾ മാത്രമുള്ള ഒരു ഗ്രാമപഞ്ചായത്താണ് നമ്മുടേത്. മാലിന്യമുക്തം കേരളം, വൃത്തിയുള്ള വാരപ്പെട്ടി എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിനും കാർഷിക മേഖലയിലും ക്ഷീര കർഷക മേഖലയിലും കൂടുതൽ ഊന്നൽ നൽകിയും മറ്റ് മേഖലകളെ പരിപോഷിപ്പിച്ചും ദുർച്ചെലവുകൾ ഒഴിവാക്കിയും പുതിയതായി പദ്ധതികൾ നടപ്പാക്കുക എന്നതാണ് ഈ ബഡ്ജറ്റിൽ ലക്ഷ്യമിടുന്നത്. നമ്മുടെ ഗ്രാമപഞ്ചായത്തിന്റെയും ഘടക സ്ഥാപനങ്ങളുടെയും ചുമതല നിർവഹിക്കപ്പെടുന്നതും സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ, മറ്റ് പ്രവർത്തനങ്ങൾ നടത്തുന്നതിനും തനത് ഫണ്ടാണ് ഉപയോഗിച്ചു വരുന്നത്. അത് വളരെ പരിമിതമാണ്. ആയതിനാൽ തന്നെ വരുമാനം വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. ജനറൽ പർപ്പസ് ഗ്രാന്റും കേന്ദ്ര സംസ്ഥാന സർക്കാർ അനുവദിക്കുന്ന ഫണ്ടുകൾ എന്നിവ മാർഗരേഖയ്ക്ക് വിധേയമായി അനിവാര്യ പദ്ധതികളായി മാറ്റുന്നതും മറ്റ് പദ്ധതികൾ പ്രവർത്തനങ്ങൾക്ക് തടസ്സമാകുന്നു. പ്ലാൻ ഫണ്ട് ഉപാധിരഹിതമായി മറ്റു പദ്ധതിക്ക് ചെലവഴിക്കാൻ പറ്റുന്നില്ല. ഉൽപാദന, സേവന, പശ്ചാത്തല മേഖലകളിൽ പദ്ധതികൾ മാർഗരേഖയ്ക്ക് വിധേയമായി ചെലവഴിക്കാൻ കഴിയുന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് PK ചന്ദ്രശേഖരൻ നായർ ബജറ്റ് അവതരണ യോഗത്തിന്റെ അധ്യക്ഷത വഹിച്ചു. വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്തിന്റെ 2025-26 വാർഷിക ബഡ്ജറ്റാണ് ഇന്ന് ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ളത്. ഏറ്റവും വലിയ പ്രധാനപ്പെട്ട നമ്മുടെ കുറച്ച് കാര്യങ്ങൾ നമുക്കറിയാം. ഒന്ന്, ആശാ വർക്കർമാർക്ക് ആശ്വാസമായി നമുക്ക് പ്രതിമാസം 1500 രൂപ വീതം അവർക്ക് ഇൻസെന്റീവ് കൊടുക്കുന്നതിനും അവരുടെ വാർഡിലെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നതിനും വേണ്ടിയിട്ട് ടാബ് ഓർ മൊബൈൽ ഫോൺ, ആൻഡ്രോയിഡ് ഫോണോ അവർക്ക് സൗകര്യം അനുസരിച്ച സാധനം കൊടുക്കുവാനായിട്ടുള്ള ബഡ്ജറ്റ് തുക വിളിച്ചിട്ടുണ്ട്. ഉടൻ തന്നെ അത് കൊടുക്കാനുള്ള സംവിധാനം നമ്മൾ ചെയ്യും. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, നമ്മുടെ വൃത്തിയുള്ള വാരപ്പെട്ടി, മാലിന്യമുക്ത കേരളം. വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് വളരെ വർഷങ്ങൾക്ക് മുമ്പ് ആഗ്രഹിച്ചിട്ടുള്ള ഈ ഭൂമി നമുക്കും വരുന്ന തലമുറയ്ക്ക് എന്ന വലിയ ലക്ഷ്യം കൈവരിക്കുന്നതിന് വേണ്ടിയിട്ടുണ്ട്. നമുക്കൊരു മോഡൽ MCF, സംസ്ഥാനത്തെ മോഡൽ MCF ആണ് 1 കോടി രൂപ അതിനുവേണ്ടി മാറ്റിവെച്ചു. DPR തയ്യാറാക്കി അതിൻ്റെ ടെൻഡർ നടപടി ഉടൻ അടുത്ത ദിവസം ചെയ്യാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. അതിൽ 1 കോടി രൂപ 6 മാസത്തിനുള്ളിൽ എൻ്റെ പണി പൂർത്തീകരിക്കാനാണ്, വളരെ സ്പീഡിൽ പണി പൂർത്തീകരിക്കാനാണ് ഈ ഭരണസമിതിയുടെ കാലത്ത് തന്നെ അതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ച് ഏറ്റവും ഭംഗിയ തരത്തിൽ പണി പൂർത്തീകരിക്കുന്നതിന് ഇതെല്ലാം 50 പേർക്ക് തൊഴിൽ കൊടുക്കുന്ന തരത്തിൽ. ഇപ്പോൾ 26 ഹരിതകർമ്മസേനയാണ് നമുക്ക് ഡോർ ടു ഡോർ കളക്ഷനുള്ളത്. 100% കളക്ഷൻ, 100% സർവീസും നമുക്ക് ജില്ലയിൽ തന്നെ ഒന്നാമതായിട്ടാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ മുഴുവൻ അജൈവ മാലിന്യം ശേഖരിച്ച് അത് തരംതിരിച്ച് മറ്റ് നമുക്ക് ഇങ്ങോട്ട് തുക കിട്ടുന്ന മുറത്ത് ഉള്ള ഒരു തരംതിരിച്ചുള്ള ഒരു MCF ആണ്. നമ്മൾ RRFോട് കൂടിയുള്ള MCF ആണ് നമ്മൾ ലക്ഷ്യമിട്ടുള്ളത്. എല്ലാ നടപടിക്രമങ്ങളും അതിന്റെ പൂർത്തീകരിച്ചു കഴിഞ്ഞു. വാർഡ് മെമ്പർമാർ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. യോഗത്തിൽ സ്ഥലം മാറിപ്പോകുന്ന പ്ലാൻ ക്ലർക്ക് KS ശ്രീജയ്ക്ക് മൊമെന്റോ നൽകി ആദരിച്ചു. കാർഷിക മേഖലയ്ക്ക് മാത്രമായി 2 കോടി രൂപയാണ് ബജറ്റിൽ വകയിരുത്തിയിട്ടുള്ളത്. പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾക്ക് 12 ലക്ഷം രൂപയും വയോജന മന്ദിരവും പാർക്കും നിർമ്മിക്കുവാൻ 50 ലക്ഷം രൂപയും നീക്കിവച്ചിട്ടുണ്ട്. ലൈഫ് ഭവന പദ്ധതിക്കായി 4 കോടി രൂപ വിനിയോഗിക്കും. റോഡുകളുടെ നവീകരണത്തിനും നിർമ്മാണത്തിനും 4.5 കോടി രൂപ ചെലവഴിക്കും. വിദ്യാഭ്യാസ മേഖലയ്ക്ക് 20 ലക്ഷവും പട്ടികജാതി ക്ഷേമത്തിന് 25 ലക്ഷവും കമ്മ്യൂണിറ്റി ഹാൾ പാർക്കിംഗ് സ്ഥലം വാങ്ങാൻ 50 ലക്ഷം, പഞ്ചായത്ത് സ്റ്റേഡിയം നവീകരണത്തിന് 50 ലക്ഷം എന്നിങ്ങനെയാണ് തുക മാറ്റിവെച്ചിട്ടുള്ളത്. വനിതകൾ, കുട്ടികൾ, ഭിന്നശേഷിക്കാർ എന്നിവരുടെ ഉന്നമനത്തിനും ബജറ്റ് പ്രാധാന്യം നൽകിയിട്ടുണ്ട്. പുതിയ ബജറ്റ് ജനങ്ങൾക്ക് ഏറെ ഗുണകരമാകുമെന്നാണ് അധികൃതരുടെ വിലയിരുത്തൽ. ന്യൂസ് ഡെസ്ക്, മീഡിയ 60, കോതമംഗലം.